നേരത്തെ ഉമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, ഉമ്മ സപ്പോർട്ടായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നു ഉപ്പ മരിച്ചപ്പോഴാണ് കം ഔട്ട് ചെയ്യാൻ. എങ്ങനെയായിരുന്നു ഉപ്പയും ജാസിയും തമ്മിലുള്ള ഒരു ബന്ധം? നല്ല ബോണ്ടായിരുന്നു. ഉപ്പ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, പാവാണ്. പക്ഷെ എനിക്ക് എന്റെ ഉപ്പാനെ ഭയങ്കര റെസ്പെക്ട് ആൻഡ് പേടിയുണ്ടായിരുന്നു. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കായിരുന്നു. ഒരു മാർക്ക് കുറഞ്ഞു കാരണം എനിക്കറിയാം എന്റെ ഉപ്പ ഒരു സാധാരണ ജോലിക്കാരനാണ്, ഒരു ടാക്സി ഡ്രൈവറാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വീട്ടുപണിക്ക് പോകുന്ന ആളാണ്. ഞാൻ പഠിക്കണം, എനിക്കൊരു എന്തെങ്കിലും ആയി തീരണം, അവരെ നോക്കണം. ഞാൻ എൻ്റെ 10th കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാണ്ട് ഞാൻ 10th പഠിക്കുമ്പോഴേ ഞാൻ എൻ്റെ വീട്ടിൽ എനിക്കുള്ള ഫീസ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലുള്ള തടത്തിൽ ഫാബ്രിക്സ് ഒരു ഷോപ്പിൽ പോയി ഞാൻ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ നിന്നിട്ടുണ്ട്. വളാഞ്ചേരി സ്വാഗതിന് ഹോട്ടലിൽ കിച്ചണിൽ ഞാൻ പാത്രം വാഷ് ചെയ്തിട്ട് ജോലിക്ക് നിന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ ചെറിയ കുട്ടികളെ എൻ്റെ വീട്ടിൽ അതായത് എൻ്റെ നാട്ടിലെ കുഞ്ഞു കുട്ടികളെ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ട്യൂഷൻ ഫീസ് 200 രൂപ കിട്ടത്തുള്ളൂ. പക്ഷെ ആ 200 രൂപ എനിക്ക് വലിയ സംഭവമാണ്. അതേപോലെ ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കാം. അത് മെഹന്തി അറിയാം. അപ്പോൾ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കും. ഒരു 2 കയ്യിൽ മെഹന്തി ഇട്ട് കൊടുത്താൽ ഒരു 500 രൂപ കിട്ടും. അതേപോലെ മേക്കപ്പിന് ഞാൻ പോകും, മേക്കപ്പ് ഒരുക്കാൻ വേണ്ടി പോകും. അന്നും എനിക്ക് ഒരു മേക്കപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് ഒരു 3000 രൂപ 4000 രൂപ കിട്ടും. അതൊക്കെ വലിയ സംഭവമാണ്, വലിയ ഏണിംഗ് ആണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. എൻ്റെ അന്ന് ഞാൻ ബാങ്ക് ഒന്നും എനിക്ക് അറിയൂല. അന്ന് കിട്ടുന്ന പേയ്മെന്റ് ഇങ്ങനെ 100 ഇങ്ങനെ 100 അത് 1000 ഞാൻ ക്ലിക്ക് പണി ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബുക്കിൻ്റെ ഇടയിൽ കൊണ്ടുവെക്കും, ഡയറിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 35,000 രൂപ എൻ്റെ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ എഴുതി വെക്കും, ഇന്ന് 1000 കിട്ടി, അപ്പോൾ ഇങ്ങനെ 35,000 അങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സ്വരൂപിച്ച് ഞാൻ വെക്കുമായിരുന്നു ക്യാഷ്. ഉപ്പയായിട്ട് പേടി ഉള്ളതുകൊണ്ടായിരുന്നു പേടിയായിരുന്നു. ഉപ്പാട് പറഞ്ഞ ഉപ്പ സമൂഹത്തിൽ ആണാണ്, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആൾക്കാരാണ്. ഉപ്പ കഴിഞ്ഞ മുമ്പേ ഓൾറെഡി ആൾക്കാർ പറഞ്ഞത് എന്താണ് അഷ്റഫ് നിന്റെ മോൻ ഇങ്ങനെ നടക്കുന്നത് ആൾക്കാർ പറയാറുണ്ടാവുമല്ലോ. കാരണം അവർ പുറത്തിറങ്ങുന്ന ആൾക്കാരാണ്, ഉമ്മാനെ പോലെ വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് കുറച്ചും കൂടെ കാരണം സ്കൂളിൽ ഞാൻ പോകുന്നത് ആ വഴിയാണ്, ഉപ്പാന ടാക്സി ഓടുന്ന ഷെഡൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ പെൺകുട്ടികളുടെ കൂടെ വരുമ്പോഴൊക്കെ അവർ കാണുമല്ലോ. അപ്പോൾ അറിയില്ല എന്താ എൻ്റെ മോൻ ഇങ്ങനെ പെണ്ണുങ്ങളെ കൂടെ നടക്കുന്നത്, എന്താ പെണ്ണുങ്ങളെ പോലെ. അപ്പോൾ വീട്ടിൽ വന്ന് ഉപ്പ ചോദിക്കാറുണ്ട്, അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞതൊക്കെ ചോദിക്കാറുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട്, നീ എൻ്റെ ആളുകളെ പോലെ നടന്നാലെന്ന് എനിക്ക് ഇതിന്റെ പെണ്ണുങ്ങളെ കൂടെ നടക്കണതൊക്കെ അങ്ങനെയൊക്കെ ഇത്. അപ്പൊ ആ ഒരു പേടി ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയായിരുന്നു. എങ്ങനെ വഴക്കിട്ടിട്ടായിരുന്നോ ചോദിച്ചു ഉപ്പ? അല്ലെങ്കിൽ വഴക്കും ഇടക്ക് ചീത്ത പറയാറുണ്ട്. അഫ്കോഴ്സ് അത് അവർ നന്നാവണം. നമ്മുടെ മക്കളെ നമ്മൾ ചീത്ത പറയുന്നതും നമ്മൾ അടിക്കുന്നതും അല്ലെങ്കിൽ മാതാപിതാക്കളെ ഒരു മക്കളെ എന്റെ അഭിപ്രായത്തിൽ അടിക്കണം തന്നെ ഞാൻ പറയുള്ളൂ. അടിക്കണം, അടിച്ചിട്ട് വളർത്തണം. എന്താ അടിക്കാണ്ട് തള്ള ചവിട്ടിയാ പിള്ള ചാവില്ല എന്ന് പറയാം. അമ്മക്ക് അറിയാം ഒരു മോനെ അടിക്കുമ്പോൾ അമ്മക്ക് അറിയാം എത്രത്തോളം ഇത് ആഘാതത്തിൽ വീഴും, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു അടി അവന് കിട്ടും എന്നുള്ളത് അമ്മക്ക് അറിയാം. ആ ലെവലിലേക്ക് അമ്മ അടിക്കുള്ളൂ. അച്ഛന്മാരാണെങ്കിലും ആ ലെവലിലേക്ക് അടിക്കുള്ളൂ. മക്കളാവുമ്പോൾ അടിച്ച് വളർത്തുന്നതിന് ഞാൻ പറയത്തുള്ളൂ. കാരണം അടിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അടിക്കണം. ഇപ്പോ എന്താണ് ഒരു കുട്ടി ലഹരി യൂസ് ചെയ്യുന്നുണ്ട്, അടിക്കണം. അച്ഛനും അമ്മയാണെങ്കിൽ അടിച്ച് വളർത്തണം. അത് യൂസ് ചെയ്യാൻ പാടില്ല. പണ്ടുള്ള ആൾക്കാർക്ക് പേടി ഉണ്ടായിരുന്നു, എനിക്ക് ആ പേടി ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയാം ഒരു 8 മണി എന്ന് പറഞ്ഞാൽ വീട്ടിൽ കളിയെല്ലാം കഴിഞ്ഞ് 8 മണിക്ക് വീട്ടിൽ കാല് കഴുകി വീട്ടിലിരിക്കണം, പഠിക്കണം. അതിന്റെ അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് അടി കിട്ടും, ചീത്ത കേൾക്കും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ആ സമയം കറക്റ്റ് ആ സമയമാകുമ്പോൾ വീട്ടിൽ വന്ന് ബുക്ക് വായിക്കും ഞാൻ. കാരണം എനിക്ക് പേടിയാണ്. കാരണം ഉപ്പ് വരുന്ന ടൈം അറിയാം. ഉപ്പ് ആ സമയത്ത് ആകുമ്പോൾ 8 മണിയാകുമ്പോൾ ഉപ്പ് വീട്ടിലെത്തും, പഴമുമ്പ് വീട്ടിലെത്തണം എന്നുള്ളത് എനിക്കറിയാം. ആ ഒരു പേടിയുണ്ട്. അതൊരു പേടിയാണ്. അയ്യോ അങ്ങനത്തെ പേടിയല്ല, ഒരു ബഹുമാനമുള്ളൊരു പേടിയാണ്, റെസ്പെക്ട് കൊടുക്കുന്ന ഒരു പേടിയാണ്. അത് വേണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത കാര്യം, അത് വേണം. അതാണ് നേരത്തെ പറഞ്ഞു ഈ ഉപ്പയുടെ മരണത്തിന് ശേഷമാണ് കമ്മിങ് ഔട്ട് നടത്തിയതെന്ന്. ചിലപ്പോ ഉപ്പ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ജാസി ഇപ്പോ ഈ രീതിയിലായി, ഉപ്പ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നു? ഒരിക്കലും അംഗീകരിക്കില്ല, ഒരിക്കലും എൻ്റെ ഉപ്പ അംഗീകരിക്കില്ല. അതാണ് ഇപ്പോഴും എൻ്റെ ഉമ്മ എന്നെ മോനെന്നാണ് വിളിക്കുന്നത്, മോളെന്നല്ല വിളിക്കുന്നത്. അവരങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ പക്കാ ഒരു നാട്ടും പുറത്തുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരൊന്നും ഒരിക്കലും അവർക്കൊന്നും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണ്, ട്രാൻസ് എന്താണ്, അല്ലെങ്കിൽ അതൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരല്ല. അപ്പോൾ നമുക്ക് അറിയാലോ അവരെ എത്രത്തോളം അവർ ഉള്ളത്. എൻ്റെ ഉമ്മക്ക് പണ്ടത്തെ 10ാം ക്ലാസ്സാണ്, പക്ഷെ എങ്കിൽ പോലും അവർക്ക് അത് അറിയത്തില്ല എന്താണ് എന്നുള്ളത്. ഇപ്പോഴല്ലേ ഇവരൊക്കെ ട്രാൻസ് കമ്മ്യൂണിറ്റി ഇത്രയും വൈറലായതും ഇത്രയും അംഗീകാരങ്ങൾ വന്നതും ഇത്രത്തോളം ആൾക്കാരെ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ. മുമ്പൊന്നും ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ പറയും പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന പെൺകൂസന അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ജാസി എപ്പോഴെങ്കിലും ആഷിന്റെ ഫാമിലിനെ ബന്ധപ്പെടാൻ നോക്കിയിട്ടുണ്ടോ?
ഇല്ല ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ആയിരുന്ന സമയത്തൊക്കെ ആഷിയുടെ ഉമ്മ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്, ഉമ്മാൻ്റെ സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന് ശേഷം ഞങ്ങള് കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നും വിളിച്ചിട്ടും എല്ലാരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? അല്ല, ഞാൻ എന്താ അറിയോ, ഞാൻ ഇപ്പൊ ഇവന്റെ ഉമ്മാനെ കാര്യത്തിൽ തന്നെ ഞാൻ അത് ഓക്കെയാണ്. കാരണം ഇപ്പൊ ഇവന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് വേറെ ആരാണേലും അങ്ങനെയാണ് പ്രതികരിക്കുള്ളൂ, അങ്ങനെയാണ് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം നല്ലൊരു മോന്, നല്ലൊരു ചെക്കൻ കല്യാണം കഴിച്ച് അവന്റെ ഒരു കുട്ടി, അവന്റെ കുട്ടിനെ താലോലിക്കണം, അല്ല അവന്റെ കുട്ടിനെ കാണണം, എന്റെ ആഷിയുടെ മോനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. കാരണം അറിയാലോ, അപ്പൊ ആഷി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഉറപ്പായിട്ട് ഇതേപോലെ ഒരു മുഞ്ചൊരു കുട്ടിനെ കിട്ടത്തില്ലേ അവന്റെ ഉമ്മാക്ക്. അപ്പൊ എനിക്കറിയാം. അയ്യോ അത് പറയുന്നത് സങ്കടം. എനിക്കറിയാം അക്സെപ്റ്റഡ് ആണ് ആ കാര്യത്തിൽ, എനിക്കറിയാം. അപ്പൊ അവന്റെ ഉമ്മാന്റെ ഒരു ഫീലിങ്സ്, വിഷമം എന്താണെന്നുള്ളത് പേഴ്സണലി എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഏത് ഉമ്മാരായാലും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ അതെനിക്ക് അറിയാലോ, അപ്പൊ ഞാനത് ആ ഒരു മൈൻഡിലൂടെ തന്നെ കാണും. ഇത് ഈ ഒരു കാര്യം ആലോചിച്ച് ഇമോഷണൽ ആവാറുണ്ടോ എപ്പോഴും? എനിക്ക് ഞാൻ എങ്ങനെ എപ്പോഴും ഞാനും ആശും പറയും. സംസാരിക്കാറില്ല. ഇപ്പൊ ഞാൻ ഒന്നാമത് ഞാൻ ആശിനെ കാണുന്നത് എൻ്റെ ഒരു മോനെ പോലെ തന്നെയാണ്. കാരണം അത്രയും കുറുമ്പാണ് ഇടക്ക്. പിന്നെ അതല്ലാണ്ട് ഇടയ്ക്ക് ഇപ്പൊ ഞങ്ങളെ പ്രൈവറ്റ് സമയങ്ങളിലൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഇപ്പൊ ഞാൻ ഒറിജിനൽ പെൺകുട്ടി ആയിരുന്നെങ്കിൽ ആഷി ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നിന്റെ പോലത്തെ കുട്ടിയായിരിക്കും, എന്റെ കളർ കിട്ടണം, നിന്റെ മൂക്ക് വേണം, നിന്റെ കണ്ണ് വേണം, നിന്റെ ചുണ്ട് വേണം, നിന്റെ ഹെയർ കിട്ടണം, അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ നിന്റെ പോലെ ഉണ്ടാവില്ല, കാണാൻ നല്ല രസം, അങ്ങനെയൊക്കെ ഞങ്ങൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അഡോപ്ഷൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ പറയാറുണ്ടെന്ന് പറയാം. ഞാൻ ഇപ്പം ഭാവിയിൽ ഒരു കുട്ടീനെ വേണം, ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളെ കണ്ട് ബോറടിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ നോക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നോക്കാൻ ഒരു കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ അഡോപ്റ്റ് ചെയ്യുള്ളൂ. വേറെയുള്ള വഴിയിലൂടെയുള്ള ഇതല്ല അഡോപ്ഷൻ. കാരണം നമ്മൾക്ക് വേറൊരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക, ആ കുട്ടിക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് കൊടുക്കുക, ആ കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക, അത് ഒരാൾക്ക് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുത്തൂടെ? പച്ചുവിന്റെ അമ്മയില് ഉർവശി ചേച്ചിനെ പോലെ. അതൊക്കെ എനിക്കിഷ്ടം. നേരത്തെ ഇപ്പൊ ഇമോഷണൽ ആയ ജാസിനെ നമ്മൾ കണ്ടു. ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഇമോഷണൽ ആവാറുണ്ടായിരിക്കും. അപ്പൊ എന്ത് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കാറ്? എങ്ങനെ ആശ്വസിപ്പിച്ചാലാണ് ജാസി ഞാൻ പറയാം എല്ലാം ശരിയാവും ജാസി, അങ്ങനെ പറയാം. ഇതൊക്കെ നമ്മളിത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രശ്നം. ഞാൻ ജാസിനേല് ഈ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് അറിയാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയുമ്പോൾ ആശി നീ ശരിക്ക് സീനാണ്, എല്ലാവർക്കും ഇഷ്ടമില്ലാണ്ടാവും, പിന്നെ നീ ഒരു നിനക്ക് ലൈഫ് വരും. അതേപോലെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യും. ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല, എല്ലാം പറയാണ്ടിരിക്കും. ഞങ്ങൾ ഫസ്റ്റേ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ, എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും, പിന്നീട് ഇങ്ങനത്തെ സീനൊക്കെ. പിന്നെ ഇപ്പൊ അങ്ങനെ സങ്കടങ്ങൾ തോന്നാറില്ല, അപ്പൊ ഞങ്ങൾ അങ്ങനെ ആലോചിക്കാറില്ല ഒന്നാമത്. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്, രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നു. ഏതോ ഒരു ട്രോള് ഞാൻ കണ്ടു, ഇത് ജാസിയാണോ ഇത് ആലിയ ഭട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ കാണാറുണ്ടോ? ഒരു അവാർഡ് ഷോ ഒക്കെ പോയ സമയത്ത്. ഓക്കെ, മറ്റേ ഇതിന്റെ റെഡ് ഡ്രസ് ഇട്ട് പോയ ഒരു ഇനാഗ്രേഷൻ ആയിരുന്നു, ഒരു പാർലർ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. കോസ്റ്റ്യൂം എപ്പോഴും നല്ല അഭിപ്രായമാണ് എൻ്റെ കോസ്റ്റ്യൂംസിനും. ടച്ച് വുഡ്, അത് ഭയങ്കര സന്തോഷം.